നമ്പർ 6. എടാ നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഡയറി എൻട്രി എന്നുള്ളത്. സോ നിങ്ങൾക്ക് ഗ്ലാസ് ഓഫ് മിൽക്ക് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ആൻഡ് ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഡയറി എൻട്രി ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ആദ്യം പോവാം അല്ലേ. Dr. Howard Kelly paid the bill for the woman in the story, a glass of milk. She read the words in the bill, paid in full with 1 glass of milk. Tears of joy flooded her eyes. She wrote a diary entry on that day. Write the diary entry. അപ്പൊ എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ? യെസ്, നമ്മുടെ ഹോവേർഡ് കെല്ലി എന്ത് ചെയ്തിരിക്കുകയാണ്? ആ ഒരു സ്ത്രീയെ രക്ഷിച്ചിരിക്കുകയാണ് അല്ലെ. അസുഖത്തിൽ നിന്നും രക്ഷിച്ച് ആ ഒരു സ്ത്രീയുടെ ബില്ല് മൊത്തം പേ ചെയ്തിരിക്കുകയാണ്. സോ ആ ഒരു ദിവസം ആ ഒരു ബില്ല് വായിച്ചതിന് ശേഷമുള്ള ആ ഒരു ദിവസം അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ആ ഒരു ദിവസം അവർ എഴുതുന്ന ഡയറി എൻട്രി ആണ് എന്റെ മക്കളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഡയറി എൻട്രിയുടെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയില്ലേ? എന്താ ചെയ്യേണ്ടത്? ആദ്യം ലെഫ്റ്റ് ടോപ്പ് സൈഡിലായിട്ട് ഡേറ്റും ഡേയും എഴുതണം. അപ്പൊ ഇപ്പൊ നമുക്ക് 19 തേഴ്സ്ഡേ, ജാനുവരിയോ ഫെബ്രുവരിയോ ഡിസംബറോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാട്ടോ. സോ ആ ഒരു ഡേറ്റ് എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതണം. ഓക്കെ, സോ ഡേറ്റ്, ഡേ, മന്ത് ഇത്. പിന്നെ നമ്മുടെ ആ ഒരു ഡയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ജനറൽ കമന്റ് ഓൺ ഹൗ ദ ഡേ വാസ്, എങ്ങനെയായിരുന്നു ആ ഒരു ദിവസം ഉണ്ടായിരുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡയറി എൻട്രി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ടുഡേ വാസ് എ ഗ്രേറ്റ് ഡേ, ഇനി സങ്കടമുള്ള ദിവസമാണെങ്കിൽ ടുഡേ വാസ് ദ വേഴ്സ്റ്റ് ഡേ, അല്ലെങ്കിൽ ടുഡേ വാസ് എ സാഡ് ഡേ എന്നൊക്കെ എഴുതാം. ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ആൻ ഇവന്റ്ഫുൾ ഡേ, അല്ലെങ്കിൽ മറക്കാനാവാത്ത ഒരു ദിവസമാണെങ്കിൽ ഇറ്റ് വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ, അൺഫോർഗറ്റബിൾ ഡേ. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഡയറി എൻട്രി സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിൽ വേണം ഡയറി എൻട്രി എഴുതാൻ വേണ്ടിയിട്ട്. എന്താണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ, വി, മീ, മൈ തുടങ്ങിയിട്ടുള്ള പ്രൊണൗൺസ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ ആ ക്യാരക്ടർ ആയിട്ട് എന്ത് ചെയ്യണം? എഴുതേണ്ടി വരും അല്ലെ. ഇപ്പൊ ഇവിടെ ആ ഒരു ഓൾഡ് ലേഡീന്റെ ഡയറി ആണെങ്കിൽ നിങ്ങൾ ആ ഒരു ഓൾഡ് ലേഡി ആയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? ഡയറി എൻട്രി എഴുതേണ്ടത്. ഇനി ആ ഒരു ദിവസം നടന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ഇവന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ മനസ്സിലൂടെ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, ക്യാരക്ടേഴ്സിന്റെ മനസ്സിലൂടെ ആ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പല പല ഇമോഷൻസും ചിന്തകളൊക്കെ കടന്നു പോലെ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബോഡി പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ദിവസം, അല്ലെങ്കിൽ നാളെ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ആ ഒരു ഡയറി എൻട്രി കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പൊ എങ്ങനെയൊക്കെ പറയാം? ഐ എം ഗോയിങ് ടു ബെഡ്, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു സ്ലീപ്പ്, ആൻഡ് ഐ റിയലി ഹോപ്പ് ടുമോറോ വിൽ ബി എ ബെറ്റർ ഡേ, നാളെ ഒരു നല്ല ദിവസമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഡയറി എൻട്രി കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇത്രയുമാണ് അതിന്റെ ഫോർമാറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് പോകാം. 16 തേഴ്സ്ഡേ ഡിസംബർ, ഡിയർ ഡയറി. അത് നിർബന്ധമില്ല, ഡിയർ ഡയറി എന്ന് വെച്ച് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ആ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ടുഡേ വാസ് എ റിമാർക്കബിൾ ഡേ എച്ച്ഡ് ഇൻ മൈ മെമ്മറി ഫോർ എവർ. എച്ച്ഡ് എന്ന് പറഞ്ഞാൽ കൊത്തിവെക്കപ്പെട്ട, കുറച്ച് വലിയ വേർഡ്സ് ഒക്കെ മിസ് യൂസ് ചെയ്തെന്നുള്ളൂ, അതൊന്നും വേണമെന്നില്ല. ഇറ്റ് വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ എന്ന് പറഞ്ഞാലും മതി. സോ എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഞാൻ കൊത്തിവെക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഓർമ്മിക്കുന്ന ഒരു വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. It all started years ago when I offered a very boy a simple glass of milk. അല്ലേ, ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നേ നടന്നതാണ്. ഞാൻ ഒരു ക്ഷീണിച്ചു വന്ന, വേരി ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷീണിച്ചു വന്ന ഒരു ചെക്കന് പണ്ട് ഞാൻ ഒരു ഗ്ലാസ് മിൽക്ക് കൊടുത്തായിരുന്നു. And little did I know that act of kindness would circle back to me in the most unexpected way. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ആ ഒരു ദയ, അല്ലെങ്കിൽ ആ ഒരു കൈൻഡ്നസ് എന്ത് ചെയ്തത്? തിരിച്ച് വീണ്ടും എനിക്ക് തന്നെ സർക്കിൾ ചെയ്ത് വന്നത്, എനിക്ക് തന്നെ അത് യൂസ്ഫുൾ ആയിട്ട് വന്നത്. ആൻഡ് ടുഡേ ആസ് ഐ ബാറ്റിൽഡ് ഇൽനെസ്, ഡോക്ടർ കെല്ലി whom I once helped paid my medical bill with that same glass of milk, symbolizing the full circle of kindness. അങ്ങനെ ഇന്ന് ആസ് ഐ ബാറ്റിൽഡ് ഇൽനെസ്, ഞാൻ അസുഖവുമായി യുദ്ധം ചെയ്യുന്ന ഈ ഒരു സമയത്ത്, ഡോക്ടർ കെല്ലി whom I once helped, ഞാനൊരു സമയത്ത് അല്ലെങ്കിൽ ഒരു കാലത്ത് ഞാൻ ഹെൽപ്പ് ചെയ്തിരുന്ന ഡോക്ടർ കെല്ലി പെയ്ഡ് മൈ മെഡിക്കൽ ബിൽ വിത്ത് ദാറ്റ് സെയിം ഗ്ലാസ് ഓഫ് മിൽക്ക്. അല്ലേ, ആ ഒരു ഗ്ലാസ് ഓഫ് മിൽക്ക് കൊണ്ട് എൻ്റെ ബില്ല് എന്ത് ചെയ്തു? എൻ്റെ മെഡിക്കൽ ബില്ല് ആ ഒരു കെല്ലി എന്ത് ചെയ്തടാ? എന്ത് ചെയ്തോടാ? ഡെപ്റ്റ് അടച്ചു. എൻ്റെ ആ ഒരു മെഡിക്കൽ ബില്ല് അവരടച്ചു. ആൻഡ് സിംബലൈസിങ് ദ ഫുൾ സർക്കിൾ ഓഫ് കൈൻഡ്നസ്, tears of joy streamed down my face as I realized the profound impact of compassion. Compassion എന്ന് പറഞ്ഞാൽ സ്നേഹം, അനുകമ്പ
ഇതൊക്കെ തന്നെയാണ്. ആൻഡ് കണ്ണുനീരിൻ്റെ തുള്ളികൾ എന്ത് ചെയ്തു, എൻ്റെ മുഖത്തിലൂടെ ഇങ്ങനെ ആഴ്ന്നിറങ്ങാൻ തുടങ്ങി. മൈ ഹാർട്ട് ഈസ് ഓവർഫ്ലോയിങ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ റിമൈൻഡർ ഓഫ് ദ പവർ ഓഫ് കൈൻഡ്നെസ്. എൻ്റെ ഹൃദയം എന്ത് ചെയ്യാണ്, ആ നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ താങ്ക്ഫുൾനെസ് കൊണ്ട് എന്ത് ചെയ്യാണ്, നിറഞ്ഞൊഴുകാണ്. ഈ ദയയുടെ പവർ എന്താണ് എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യാണ്, മനസ്സിലായിരിക്കുകയാണ്. ഇതൊക്കെ ആയിരിക്കില്ലേ നമ്മുടെ ആ ഒരു ഗേൾ, അല്ലെങ്കിൽ ആ ഒരു ഗേൾ അല്ല, ഓൾഡ് ലേഡി എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക. സോ ഇങ്ങനെ ഒരു ഡയറി എൻട്രി എന്തായാലും എൻ്റെ മക്കൾക്ക് ചോദിക്കാം. അപ്പം നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. ആൻഡ് ഇതിൻ്റെ നോട്ട്സ് ഒക്കെ വേണമെങ്കിൽ താഴെ ഇതാ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് ഉണ്ടാവും, അതിൽ നിങ്ങൾ കയറുക. എന്നിട്ട് ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആൻഡ് എൻ്റെ മക്കൾ എന്ത് ചെയ്യും, ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, താഴെ മെസ്സിൻ്റെ ഫേവറേറ്റ് ഹാർട്സ് ആയിട്ടുള്ള യെല്ലോ ഹാർട്സ് കൂടി കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ ഓൾ ദി ബെസ്റ്റ്, ലവ് യു ഓൾ, ബൈ.